ഗൈസ്, വെൽക്കം ബാക്ക് ടു കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ആരെക്കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നതെന്ന്. തീർച്ചയായിട്ടും അമ്മ എന്ന വാക്കിൽ നന്മ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു അമ്മയെ കുറിച്ചിട്ടാണ്. ആ അമ്മ ഡോക്ടർ റോബിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. റോബിൻ്റെ പിറന്നാളിന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് വിഷ് ചെയ്തു. റോബിനും പൊടി ഒരുമിച്ചപ്പോൾ വിഷ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ റോബിനെ സപ്പോർട്ട് ചെയ്യും. അതേസമയം ഈ അമ്മ CBT എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെ പോയി നിന്ന് റോബിനെ തെറിവിളിക്കുമ്പോൾ അവിടെ ആ വ്യക്തിയെയും സപ്പോർട്ട് ചെയ്യും. വിജയരാജ് റോബി പൊടിയെ തെറിവിളിക്കുമ്പോൾ അവിടെ അവരെയും സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് ഈ അമ്മയ്ക്ക് സർവ്വരും മക്കളാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന മക്കളെയും ഈ അമ്മ സപ്പോർട്ട് ചെയ്യും, ശരി ചെയ്യുന്ന മക്കളെയും സപ്പോർട്ട് ചെയ്യും. പലതവണ ഞാനിരുന്ന് ഇരുത്തി ആലോചിച്ച് എന്തുകൊണ്ടാണ് ഈ അമ്മ ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന മക്കളെ തിരുത്താൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ശരി ചെയ്യുന്ന മക്കളെ അവൻ്റെ പാടിന് വിടാൻ ശ്രമിക്കുന്നില്ല. അവനെയും സപ്പോർട്ട് ചെയ്യുന്നു, ഇവരെയും സപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലെ അജണ്ട? ഒന്നെടുത്ത് ചിന്തിച്ചപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. അതായത് റോബിൻ എന്ന് പറയുന്ന മകനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ റോബിൻ സപ്പോർട്ടേഴ്സിൻ്റെ സപ്പോർട്ട് അമ്മച്ചിയുടെ ചാനലിന് അമ്മച്ചിക്ക് നേടിയെടുക്കുക, നമ്പർ 1. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ റോബിനെ വെറുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ, വെറുക്കുന്ന അമ്മയുടെ മറ്റു 2 മക്കളെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ അവരുടെ സപ്പോർട്ടേഴ്സിൻ്റെ സപ്പോർട്ട് നേടിയെടുക്കുക. പ്ലസ് ഒരു മകൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചിക്കിലിയും അടിച്ചെടുക്കുക. ബ്രില്ലിയൻറ്റ് മൂവമ്മേ, ബ്രില്ലിയൻറ്റ്. നിങ്ങൾ പുലിയാണ് കേട്ടോ. എന്നിട്ട് പറയും എനിക്കിഷ്ടമുള്ളവരെ ഞാൻ മോനെന്ന് വിളിക്കും, മോളെന്ന് വിളിക്കും, അത് എൻ്റെ സൗകര്യം, അത് താങ്കൾ പറയേണ്ട കാര്യമില്ല. ഞാൻ പറയില്ല. സോഷ്യൽ മീഡിയയിൽ ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്നവരെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഡബിൾ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും തുറന്ന് കാണിക്കാം, അതും ഞാൻ ആരോഗ്യപരമായിട്ട് എടുക്കും. മനസ്സിലായോ? എങ്കിൽ അത് ഞാൻ അനലൈസ് ചെയ്യും. പക്ഷെ നിങ്ങൾക്കില്ലാതെ പോയത് തിരിച്ചറിവ് അല്ലെങ്കിൽ വിവേകം. എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന നിങ്ങളുടെ 2 മക്കളെ തിരുത്തുവാനായി ഇന്ന് പോലും അകത്ത് പോയിട്ട് പുറത്തു പോയി വന്നവൻ്റെ ലൈവിൽ പോയി അവനെ വീണ്ടും മെരുകേറ്റി വിടുന്ന രീതിയിൽ കമൻറ്റുകൾ ഇടുന്ന നിങ്ങളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ അവിടെ മകനെ നീ ചെയ്തത് തെറ്റാണ്, ഇനി നീ ഇത് ചെയ്യാതിരിക്കുക, മറ്റു പല വീഡിയോസുമായി മുന്നോട്ട് പോവുക എന്ന ഒരു അമ്മ എന്ന വാക്കിൽ നന്മ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അത്തരമൊരു നന്മയുള്ള അമ്മയെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. അവിടെ ഞാൻ ഇന്നും കണ്ടത് നിങ്ങളെപ്പോലുള്ള ഒരു വികൃത മുഖമുള്ള ഒരു അമ്മയാണ്. നിങ്ങളെ അമ്മയെന്ന് എങ്ങനെ വിളിക്കാനാണ്, എങ്ങനെ വിശേഷിപ്പിക്കാനാണ്? സ്ത്രീ എന്ന വിശേഷണമെങ്കിലും നിങ്ങൾക്ക് ചേരുമോ? ഇനി നാളെ നിങ്ങളുടെ മകളെയും, ഇപ്പോൾ നിങ്ങളുടെ പറയുന്നത് 3 പേരും നിങ്ങളുടെ മകനാണ്. അതായത് റോബിനും ഈ പറയുന്ന BBTയും പിന്നെ നമ്മുടെ ഈ പറയുന്ന വിജിരാജും 3 പേരും മകനാണ്. 3 പേരും ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. 2 മക്കൾ ചെയ്യുന്ന തെണ്ടിത്തരത്തിനെയും സപ്പോർട്ട് ചെയ്യും, ഒരാൾ ചെയ്യുന്ന നന്മയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മകളെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മകൾ നല്ലവളാണ്. നിങ്ങൾക്ക് നാളെ ഈ നല്ലവളായ മകളെ ചിലപ്പോൾ ഒരു പക്ഷേ എന്തിൻ്റെയെങ്കിലും പേരിൽ ഈ പറയുന്ന നിങ്ങളുടെ 2 തെറിവിളിക്കുന്ന മക്കൾ, ഈ 2 മക്കളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നിരിക്കട്ടെ, അപ്പോൾ ഇതെൻ്റെ മകളാണ് എന്നാലും കുഴപ്പമില്ല, മറ്റതെൻ്റെ 2 ആൺമക്കളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമോ? ഈ നിലപാടാണ് സ്ത്രീയെ ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൊന്തൂന്ന് വരും. നോവാൻ വേണ്ടിയല്ല, തിരിച്ചറിവിന് വേണ്ടിയാണ്. പ്രായത്തിൽ കുറഞ്ഞവളാണ് ഞാൻ, പക്വതയിൽ കുറഞ്ഞവളാണ് ഞാൻ. പക്ഷേ പ്രായത്തിൽ കുറഞ്ഞവരായിക്കോട്ടെ, പക്വതയിൽ കുറഞ്ഞവരായിക്കോട്ടെ, ജീവിതാനുഭവം കുറഞ്ഞവരായിക്കോട്ടെ, കിട്ടുന്ന അറിവ് ആരിൽ നിന്നാണെങ്കിലും അത് വ്യക്തമായി ഉപയോഗിക്കുന്നവനും തിരിച്ചറിഞ്ഞ് തെറ്റുതിരുത്തി ജീവിക്കുന്നവനുമാണ് മനുഷ്യർ. എന്തായാലും 19 വയസ്സായ നിങ്ങൾക്ക് 39 വയസ്സ് മാത്രമുള്ള ഞാൻ ഇത് പറഞ്ഞു തരുന്നതിൽ ഒരല്പം വിഷമമുണ്ട്. എങ്കിലും തിരിച്ചറിവില്ലാത്തത് കൊണ്ടല്ലേ, ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ എനിക്കിട്ട് കുണയ്ക്കാൻ നിൽക്കാതെ അമ്മ പോയി സ്വയം ഒന്ന് അവലോകനം ചെയ്യ്. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദ്യം ചോദിക്ക്, ഞാൻ ചെയ്യുന്നത് ഏത് സ്റ്റാൻഡിലാണ്? 2 വെള്ളത്തിൽ കാല് ചവിട്ടി 2 പേരെയും സുഖിപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരെന്താണ് എന്നൊന്ന് ചോദിച്ച് ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോഴേക്കും ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരെ സൈനിങ് ഓഫ് സനു ഫ്രം +916.